Welcome to Chem and Crunch, where chemistry meets smart maths. ഹായ് ഓൾ, വെൽക്കം ടു കെം ആൻഡ് ക്രഞ്ച്. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ +2 മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് കൺസെപ്റ്റ് കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് ഈ റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ 5 മാർക്സ് ആണ് നമുക്ക് ഈ ഒരു റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ മൊത്തം ചാപ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നിന്നാണ് 5 to 6 മാർക്ക് എക്സാമിന് ചോദിക്കുന്നത്. സോ അതിലൊരു ചാപ്റ്റർ ആണ് നമ്മുടെ റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ നമ്മൾ കൺസെപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന, ബാക്കി ചാപ്റ്റേഴ്സിനെ എല്ലാം കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടെയാണ് റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ നിങ്ങൾ ചിലപ്പോൾ +1 കേട്ടിട്ടുണ്ടാവും. അതായത് +1 മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. സോ കൃത്യമായിട്ട് നിങ്ങൾ +1 പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് ടേംസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും. അതുകൊണ്ട് +1 ആ ജസ്റ്റ് ചാപ്റ്റർ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് വൈസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ചാപ്റ്ററിനെ നമുക്ക് മെയിൻ ആയിട്ട് 4 രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതായത് 4 പാർട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിലേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നമുക്ക് 2 കാര്യങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. എന്താണ് ഒരു യൂണിവേഴ്സൽ റിലേഷൻ, അല്ലെങ്കിൽ എന്താണ് ഒരു എംപ്റ്റി റിലേഷൻ എന്നുള്ളത്. അപ്പൊ യൂണിവേഴ്സൽ റിലേഷൻ എന്താണ്, എംപ്റ്റി റിലേഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ നിങ്ങൾക്ക് ആദ്യത്തെ സെഷനിൽ വേണം. ഈ 2 ടൈപ്പ് റിലേഷനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ചില സമയത്ത് നമ്മൾ ട്രിവിയൽ റിലേഷൻ എന്നും കൂടെ വിളിക്കാറുണ്ട്. സോ 3 ടേംസ് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വെച്ചേക്കുക: യൂണിവേഴ്സൽ റിലേഷൻ, എംപ്റ്റി റിലേഷൻ, ട്രിവിയൽ റിലേഷൻ. ഇനി നമ്മൾ വരുന്നത് ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സെഷനാണ് ടൈപ്പ് ഓഫ് റിലേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മെയിൻ ആയിട്ട് 3 ടൈപ്പ് ഓഫ് റിലേഷൻ പഠിക്കും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമെട്രിക് റിലേഷൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് റിലേഷൻ, തേർഡ് വൺ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റീവ് റിലേഷൻ. ഇനി ഈ 3 ആയിട്ടുള്ള റിലേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വലൻസ് റിലേഷൻ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിക്കാനുണ്ട് ഈ ഒരു സെഷൻ എന്ന്? സിമെട്രിക് റിലേഷൻ പഠിക്കാനുണ്ട്, റിഫ്ലെക്സീവ് റിലേഷൻ പഠിക്കാനുണ്ട്, ട്രാൻസിസ്റ്റീവ് റിലേഷൻ പഠിക്കാനുണ്ട്, അതുപോലെ ഇക്വലൻസ് റിലേഷൻ പഠിക്കാനുണ്ട്. എക്സാമിനേഷന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രൂവ് ദാറ്റ് ദ ഗിവൺ റിലേഷൻ ഈസ് എൻ ഇക്വലൻസ് റിലേഷൻ, അല്ലെങ്കിൽ എന്താണ് പ്രൂവ് ദാറ്റ് ദ ഗിവൺ റിലേഷൻ ഈസ് നോട്ട് എ സിമെട്രിക് റിലേഷൻ. ഈ രീതിയിലൊക്കെ സ്ഥിരമായിട്ട് ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ പഠിക്കുന്ന നെക്സ്റ്റ് സെഷൻ ആണ് ഈ ചാപ്റ്ററിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്ന പാർട്ടിലുള്ള ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്. അവിടെ ടൈപ്പ് ഓഫ് ഫങ്ഷൻസിനകത്ത് നമ്മൾ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കുക, അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് ഫങ്ഷൻ ആണ് നമ്മൾ പഠിക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1-1 ഫംഗ്ഷൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഓൺ ടു ഫംഗ്ഷൻ, ആൻഡ് ഫൈനലി ദ തേർഡ് വൺ എന്ന് പറയുന്നത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ 1-1 ആൻഡ് ഓൺ-ടു ഫംഗ്ഷൻ. 1-1ഉം ഓൺ-2ഉം ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് കാണാം തന്നിട്ടുള്ള ഫംഗ്ഷൻ 1-1 ആണോ, ഓൺ-2 ആണോ, അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യാനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ദെൻ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ആൻഡ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണ്. ഒരു 2 ഫംഗ്ഷൻ നമുക്ക് തന്നിട്ട് ആ ഫംഗ്ഷന്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഒരു ഫംഗ്ഷൻ എന്താണോ എന്ന് ചോദിക്കുക, ഇൻവേർട്ടിബിൾ ആണോ, അല്ലെങ്കിൽ ആ ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നതാണ് നമ്മുടെ ഫൈനൽ പാർട്ട് എന്ന് പറയുന്നത്. സോ മെയിൻ ആയിട്ട് ഈ ചാപ്റ്റർ 4 പാർട്ടാണ്. ഇത് ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനിലേക്കാണ് ഇനി പോകുന്നത്.
അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ആ ചാപ്റ്ററിന്റെ പേര് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ടേംസ് ആണ് അതിനകത്തുള്ളത്. എന്തൊക്കെയാണ്? റിലേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ 2 ടേം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും എന്താണ് എന്നുള്ള ഐഡിയ നമുക്ക് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. റിലേഷൻ, ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള ടേം ആയിരിക്കും. അപ്പൊ റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ആളുകൾ തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാദർ സൺ റിലേഷൻ, ഫാദറും സണ്ണും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതുപോലെ സിസ്റ്റേഴ്സ് റിലേഷൻ, ബ്രദേഴ്സ് തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള റിലേഷൻ, ഇതൊക്കെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങളാണ്. അതായത് പീപ്പിൾസ് തമ്മിലുള്ള കണക്ഷനെയാണ് നമ്മൾ നോർമലി റിലേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്ന ഒരു ടേം വെച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ മാത്തമാറ്റിക്സിൽ നോക്കുകയാണെങ്കിൽ അവിടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? സെയിം കൺസെപ്റ്റ്. ഇവിടെ പീപ്പിൾ തമ്മിലുള്ള കണക്ഷൻ ആണെങ്കിൽ മാത്തമാറ്റിക്സിൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അവിടെ മാത്തമാറ്റിക്കൽ എൻറ്റിറ്റീസ് തമ്മിലുള്ള കണക്ഷൻ ആയിരിക്കണം. അവിടെ നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ജോമെട്രിക്കൽ ഫിഗേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്മൾ +1 പഠിച്ച പോലുള്ള സെറ്റ് പോലുള്ള കാര്യങ്ങളാവാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് മാത്തമാറ്റിക്കൽ റിലേഷൻ. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് എന്താണ്? ഒരു ലെറ്റർ എം എന്ന് പറയുന്ന ലെറ്റർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എൻ. അപ്പൊ ഇവിടെയുള്ള റിലേഷൻ എന്താണ്? ദ ലെറ്റർ എം ഈസ് ഗ്രേറ്റർ ദാൻ എൻ. ഇനി നമ്മൾ നെക്സ്റ്റ് ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണുള്ളത്? 2 ലൈൻസ് ആണുള്ളത്, എല്ലും എമ്മും. നമ്മൾ ഈ ലൈൻസ് നോക്കിയാൽ നമുക്കറിയാം ഇതെന്താണ്? പാരലൽ ആണ്. സോ ഇവിടെ തന്നിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് ദ ലൈൻ എൽ ഈസ് പാരലൽ ടു എം. ഇനി ഈ ഫിഗർ എന്താണ്? ഇത് നമ്മൾ സെറ്റ് പഠിച്ചതാണ്. എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നതും സെറ്റ് ആണെങ്കിൽ ബി എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണ് എന്ത്? എ എന്ന് പറയുന്നത്. നമ്മൾ വെൻ ഡയഗ്രം ഒക്കെ പഠിച്ചപ്പോൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണ് ബി എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണ് എ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ബിക്ക് അകത്ത് എനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ ഈ രീതിയിൽ മാത്തമാറ്റിക്കൽ എൻറ്റിറ്റീസ് തമ്മിലുള്ള കണക്ഷനെ പറയുന്ന ടേം ആണ് മാത്തമാറ്റിക്സിലെ റിലേഷൻ എന്ന് പറയുന്നത്. സോ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം, എന്നാലേ നമുക്ക് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് റിലേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എ റിലേഷൻ ആർ ഫ്രം എ സെറ്റ് എ ടു സെറ്റ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാവും. ഇനി ഇതിന് എന്താണ് മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഡിസ്ക്രൈബിങ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് എലമെന്റ് എക്സ് ഓഫ് സെറ്റ് എ ടു ദ സെക്കൻഡ് എലമെന്റ് വൈ ഓഫ് ദ സെറ്റ് ബി. അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. അതിൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ബി എന്ന് പറയുന്ന വേറൊരു സെറ്റ്, ഈ 2 സെറ്റും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ്, എ എന്ന് പറയുന്ന സെറ്റിലെ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ബി എന്ന് പറയുന്ന സെറ്റിലെ വൈ എന്ന് പറയുന്ന ഒരു എലമെന്റുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ കൺസെപ്റ്റിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. സോ ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. അതായത് എ എന്ന് പറയുന്ന സെറ്റിലെ എക്സ് എന്ന് പറയുന്ന എലമെന്റ് ബി എന്ന് പറയുന്ന സെറ്റിലെ വൈ എന്ന് പറയുന്ന എലമെന്റുമായിട്ട് എങ്ങനെ കണക്ട് ആയിട്ടുണ്ട് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ എന്താണ് റെപ്രസെന്റേഷൻ ആണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ എന്താണ് ഹെഡിങ്ങിലുള്ള സെക്കൻഡ് ടേമിലേക്ക് വരാം. റിലേഷൻസ് കൂടാതെ അവിടെ വേറെ എന്തായിരുന്നു ഉള്ളത്? ഫങ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ റിലേഷൻസ് കൂടാതെ ഫങ്ഷൻസ് ആണ് നെക്സ്റ്റ് ഉള്ളത്. എന്താണ് ഒരു ഫങ്ഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ തന്നെയാണ്. ഫോർ വിച്ച് എവറി എലമെന്റ് ഓഫ് എക്സ് ഓഫ് സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ടേം എന്ന് പറയുന്നത് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെറ്റ് ബി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സെറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ എലമെന്റ്സ് ഉണ്ടായിരുന്നു? എയും ബിയും സെറ്റില് അകത്ത് എക്സും വൈയും എന്ന് പറയുന്ന എലമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ എക്സ് എന്ന് പറയുന്നത് വൈയുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഇനി എ എന്ന് പറയുന്ന സെറ്റിലെ വേറൊരു എലമെന്റ് ആണ് പി എന്ന് പറയുന്നത്. അതുപോലെ ബി എന്ന് പറയുന്ന സെറ്റിലെ വേറൊരു എലമെന്റ് ആണ് ക്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുക, ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ ഇതൊരു റിലേഷൻ ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണോ? ഇത് ഫംഗ്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ടേം ആണ് നമുക്ക് അറിയേണ്ടത് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ്. അപ്പൊ വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജ് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം.
ഏതിന് ഈ എ എന്ന് പറയുന്ന എല്ലാ ഇമേജ് എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റിനും ഒരു ഇമേജ് എങ്കിലും ബിക്കകത്ത് ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പി എന്ന് പറയുന്ന എലമെന്റിന് എന്തില്ല, ഒരു ഇമേജ് ബിക്കകത്ത് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്തല്ല, ഈ റിലേഷൻ എന്തല്ല, ഒരു ഫംഗ്ഷൻ അല്ല. ഇത് ഫംഗ്ഷൻ ആവണമെങ്കിൽ എന്ത് പറയണം, നമ്മൾ പി എന്ന് പറയുന്ന എലമെന്റിനെ നമ്മൾ ക്യൂ ആയിട്ടോ അല്ലെങ്കിൽ വൈ ആയിട്ടോ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഫംഗ്ഷൻ ആയി. സോ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കണം, വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഉണ്ടായിരിക്കണം. ഇനി ഇത് ഫംഗ്ഷൻ അല്ലാതാവുന്ന വേറൊരു കൺസെപ്റ്റ് കൂടെ പറഞ്ഞുതരാം. ഈ എക്സ് എന്ന് പറയുന്നത് വൈയുമായിട്ട് കണക്റ്റഡ് ആയ പോലെ എക്സ് എന്ന് പറയുന്നത് ക്യൂ ആയിട്ടും കൂടെ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു, വൺ ആൻഡ് ഓൺലി വൺ ആയില്ല. അതായത് ഒന്നിൽ കൂടുതൽ എന്ത് വന്നു, ഇമേജ് വന്നു. എക്സ് എന്ന് പറയുന്ന എലമെന്റിന് ഒന്നിൽ കൂടുതൽ ഇമേജ് വന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഇതെന്താവുന്നില്ല, ഫംഗ്ഷൻ ആവുന്നില്ല. സോ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിക്കുക. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻ ഫോർ വിച്ച് the element x of set A has one and only one image in set B എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എയും ബിയും രണ്ട് സെറ്റ് ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിളിൽ എക്സും വൈയും രണ്ട് സെറ്റ് ആണ്. ഈ എക്സ് എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള 1 2 3 എന്ന് പറയുന്ന എലമെന്റ്സ് വൈ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള 1 4 9 എന്ന് പറയുന്ന എലമെന്റ്സുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ റിലേറ്റഡ് ആണ്. ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സോ കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കാം. അതായത് റിലേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് വേണം. അപ്പൊ ഇതിനെ നമ്മൾ എന്താണ്, റിലേഷനും ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിഗറിൽ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് പറയാം. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫിഗർ നോക്കിക്കോ. ഫസ്റ്റ് ഫിഗറിനകത്ത് എന്തൊക്കെയാണുള്ളത്, 1 2 3 4 എന്ന് പറയുന്ന എലമെന്റ്സ് 3 4 5 6 എന്ന് പറയുന്ന എലമെന്റ്സുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ ടൈപ്പ് ഫംഗ്ഷൻ, അതായത് ഒരു എലമെന്റിന് ഒരു ഇമേജ്, അതായത് എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെന്റിന് ബി എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെന്റുമായിട്ട് മാത്രമാണ് കണക്ഷൻ ഉള്ളതെങ്കിൽ അത്തരത്തിലുള്ള റിലേഷനെ അല്ലെങ്കിൽ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് 1 to 1. ഈ 1 to 1 ആയിട്ടുള്ള റിലേഷൻസ് എല്ലാ എലമെന്റിനും ബിക്കകത്ത് ഒരു എലമെന്റ് ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ഈ ടൈപ്പ് റിലേഷനെ നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഇനി നമ്മൾ സെക്കൻഡ് ഫിഗറിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ 3ക്കും 4നും ഒരു ഇമേജ് കോമൺ ആയിട്ട് ആര് വരുന്നുണ്ട്, 5 വരുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 3ക്കും 4നും ഇമേജ് ഉണ്ട്, അതായത് എല്ലാത്തിനും ഇമേജ് ഉണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പ്രീ ഇമേജിനും അല്ലെങ്കിൽ ഓരോ എലമെന്റിനും എക്സിനകത്തെ അല്ലെങ്കിൽ എക്കകത്തെ ഓരോ എലമെന്റിനും എത്ര ഇമേജസ് വെച്ചുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഓരോന്ന് വെച്ചേ ഉള്ളൂ. ഓരോന്ന് വെച്ച് മാത്രമായതുകൊണ്ട് എന്ത് പറയാം, നമുക്ക് ഇതിനെ ഒരു ഫംഗ്ഷൻ ആണ് എന്നുള്ളത് പറയാൻ പറ്റും. സോ ഈ തന്നിട്ടുള്ള ടൈപ്പിനെയാണ് നമ്മൾ മെനി ടു വൺ എന്ന് പറയുന്നത്. ഇതിൽ 1 to 1 ആയാലും മെനി ടു 1 ആയാലും ആ ടൈപ്പ് റിലേഷനെ നമ്മൾ എന്ത് വിളിക്കും, ഫങ്ഷൻസ് എന്ന് വിളിക്കും. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത ഫിഗർ, അതായത് തേർഡ് ഫിഗറിനകത്ത് എന്താണ് കൊടുത്തിട്ടുള്ളത്, നമുക്ക് അവിടെ 4 എന്ന് പറയുന്ന ഒരു എലമെന്റ് നോക്കുകയാണെങ്കിൽ എക്കകത്തെ 4 എന്ന് പറയുന്ന ഒരു എലമെന്റ് നോക്കുകയാണെങ്കിൽ അതിന് രണ്ട് ഇമേജസ് എന്തിൽ വരുന്നുണ്ട്, തൊട്ടടുത്ത സെറ്റിൽ വരുന്നുണ്ട്. ഈ ടൈപ്പിനെയാണ് 1 to many ടൈപ്പ് എന്ന് പറയുക. അതായത് 1 ആണ് നമ്മുടെ എന്താണ് ഡൊമൈൻ സെറ്റിനകത്ത് വരുന്നതെങ്കിൽ മെനി ആണ് എവിടെ വരുന്നത്, ഇമേജ് സെറ്റിനകത്ത് വരുന്നത്. 1 to many ടൈപ്പ് എന്തിന് എക്സാമ്പിൾ അല്ല, ഒന്നിൽ കൂടുതൽ ഇമേജ് വന്നു, ഇതൊരു ഫംഗ്ഷൻ എക്സാമ്പിൾ അല്ല, പക്ഷേ ഇതൊരു ടൈപ്പ് ഓഫ് റിലേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ ഫൈനൽ നോക്കുകയാണെങ്കിൽ ഫൈനലിനകത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, ഒന്നിൽ കൂടുതൽ ഇമേജസ് വരുന്നുണ്ട്. അത് മാത്രമല്ല ഒന്നിൽ കൂടുതൽ എന്തും വരുന്നുണ്ട്, ഒരു എലമെന്റിന് തന്നെ ഒന്നിൽ കൂടുതൽ ഇമേജസും വരുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ എന്താണ് ഇമേജസിന് പ്രീ ഇമേജസ് ആയിട്ടും നമ്മുടെ എലമെന്റ് ഡൊമൈൻ സെറ്റിനകത്തുനിന്ന് വരുന്നുണ്ട്. ഈ ടൈപ്പിനെ നമ്മൾ മെനി ടു മെനി എന്ന് വിളിക്കും. ഇതും ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ ആണ്, പക്ഷെ ഇത് എന്തിന് എക്സാമ്പിൾ അല്ല, ഒരു ഫംഗ്ഷന് എക്സാമ്പിൾ അല്ല. ഇതാണ് ജനറൽ ആയിട്ടുള്ള റിലേഷന്റെയും ഫംഗ്ഷന്റെയും ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കൃത്യമാണെന്ന്
നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാണ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഡൊമെയിന്, അതുപോലെ കോഡൊമെയിന്, അതുപോലെ റേഞ്ച്. ഇത് നിങ്ങൾ +1 പഠിച്ചതായിരിക്കും. ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് ദ ഓർഡേർഡ് പെയർസ് ഇൻ എ റിലേഷൻ ആർ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ഈസ് കോൾഡ് ഡൊമെയിൻ ഓഫ് ദ റിലേഷൻ. അതായത് സെറ്റ് ഓഫ് ഫസ്റ്റ് പെയർസ്, നമ്മൾ രണ്ട് പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞ രണ്ട് എലമെന്റ്സ്, രണ്ട് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് വൈയും ഇതിൽ 1 2 ആണെങ്കിൽ 1 2 3 ആണെങ്കിൽ ഈ സെറ്റ് 1 2 3നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൊമെയിൻ എന്ന് പറയുന്നത്. ഇനി സെറ്റ് 1 2 3 ആണെങ്കിലോ, സെറ്റ് 1 2 3 ആണെങ്കിൽ നമ്മൾ അതിനെ കോഡൊമെയിൻ എന്നാണ് വിളിക്കുന്നത്. ഈ സെറ്റ് 1 2 3നെ നമ്മൾ കോഡൊമെയിൻ എന്ന് വിളിക്കും. ഇനി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്സ് ഇൻ എ റിലേഷൻ ആർ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ഈസ് കോൾഡ് റേഞ്ച് ഓഫ് ദ റിലേഷൻ ആർ. അതായത് ഇവിടെ എക്സ് 1 കണക്റ്റഡ് ആണ്, വൈ 2 ആയിട്ട് കണക്റ്റഡ് ആണ് എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ എക്സും 1 എന്താണ്? കണക്റ്റഡ് ആണ്. വൈയും 2 കണക്റ്റഡ് ആണ്. ഇതിൽ സെറ്റ് 1 2 എന്ന് പറയുന്നതാണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് സെറ്റ് 1 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, അതിനെ നമ്മൾ കോഡൊമെയിൻ എന്ന പേരിലാണ് വിളിക്കുന്നത്. സോ കൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ലെഫ്റ്റിലുള്ള സെറ്റിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. റൈറ്റിലുള്ള സെറ്റിനെ ആസ് എ ഹോൾ നമ്മൾ കോഡൊമെയിൻ എന്ന് പറയും. അതിനകത്ത് ഏതിനൊക്കെ പ്രീ ഇമേജ് ഉണ്ടോ, ഈ ഏതൊക്കെ ഇമേജിന് പ്രീ ഇമേജ് ഉണ്ടോ അത്രയും സെറ്റിനെ നമ്മൾ റേഞ്ച് എന്ന പേരിലും കൂടെ വിളിക്കും. ഇനി ഈ റേഞ്ച് എന്ന് പറയുന്നത് കോഡൊമെയിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ഇത്രയും കൺസെപ്റ്റ് ആണ് നമുക്ക് +1 ആവശ്യമുള്ളത്. ഇത് നിങ്ങൾ പഠിച്ചതായിരിക്കും. ജസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഈ റിലേഷനെ നമ്മൾ ഏതൊക്കെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാന്നുള്ളത് കൂടെ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഒരു റിലേഷനെ ജനറലി എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ ആരോ ഡയഗ്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു റിലേഷന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ആരോ ഡയഗ്രം എന്ന് പറയുന്നത്. ഇത്രയും കൺസെപ്റ്റ് ആണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിന് ആവശ്യമുള്ളത്. ഈ ഒരു സെക്ഷൻ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഇനി നമ്മൾ വരുന്ന സെഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻ. അതിൽ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? ടൈപ്പ് ഓഫ് റിലേഷൻ. അവിടെ നമ്മൾ 2 ടൈപ്പ് റിലേഷൻ ആണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എം ടി റിലേഷൻ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സൽ റിലേഷൻ. ഇൻ ദിസ് സെഷൻ വി വുഡ് ലൈക്ക് ടു സ്റ്റഡി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻ ആൻഡ് റിലേഷൻ ഇൻ എ സെറ്റ് എ ടു സബ്സെറ്റ് ഓഫ് എ. റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ് എ സബ്സെറ്റ് ഓഫ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി. ആൻഡ് ദർ ആർ 2 എക്സ്ട്രീം റിലേഷൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എം ടി റിലേഷൻ ആണ്. ഇഫ് നോ എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് സെറ്റ് എ. അതായത് നമ്മൾ 2 സെറ്റ് എടുക്കുകയാണെങ്കിൽ, എയും ബിയും 2 സെറ്റ് എടുക്കുകയാണെങ്കിൽ, ഈ എക്കകത്തുള്ള ഒരു എലമെന്റിനും ബിയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള റിലേഷനെ നമ്മൾ എം ടി റിലേഷൻ ആണെന്നാണ് പറയുന്നത്. എം ടി റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് അല്ല എന്നുള്ളത് തന്നെയാണ് മീനിങ്. അപ്പോൾ നമ്മൾ എം ടി സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന സെയിം സാധനം വെച്ചിട്ട് നമുക്ക് ഇവിടെ എം ടി റിലേഷനെയും റെപ്രസെന്റ് ചെയ്യാം. അതായത് ഫൈ ആണ് നമ്മൾ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? എം ടി റിലേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ എ ക്രോസ് ബി എന്ന് പറയുന്നത് ഫൈ ആവുന്ന സമയത്താണ് നമുക്ക് എന്ത് വരുന്നത്? നോ റിലേഷൻ എന്ന് പറയാൻ പറ്റുന്നത്. ആ ടൈപ്പ് ഓഫ് റിലേഷനെ നമ്മൾ എം ടി റിലേഷൻ എന്ന് വിളിക്കും. ഇനി അടുത്ത എക്സ്ട്രീം റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ റിലേഷൻ ആണ്. അവിടെ എന്താണ്? റിലേഷൻ എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇറ്റ്സെൽഫ് ആയിരിക്കും. അതായത് എ എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സും ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെന്റ്സുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ അത്തരത്തിലുള്ള റിലേഷനെ നമ്മൾ വിളിക്കും യൂണിവേഴ്സൽ റിലേഷൻ. അവിടെ ആർ എന്തായിരിക്കും? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എ ക്രോസ് ബി തന്നെ ആയിരിക്കും. എല്ലാ എലമെന്റും കണക്റ്റഡ് ആണെങ്കിൽ യൂണിവേഴ്സൽ റിലേഷൻ. ഒരു എലമെന്റും കണക്റ്റഡ് അല്ലെങ്കിൽ ആ ടൈപ്പ് റിലേഷനെ നമ്മൾ എം ടി റിലേഷൻ വിളിക്കും. ഈ എം ടി റിലേഷനെയും യൂണിവേഴ്സൽ റിലേഷൻസിനെയും സംടൈംസ് നമ്മൾ എന്ത് പേരിലും കൂടെ വിളിക്കും? ട്രിവിയൽ റിലേഷൻ എന്നുള്ള പേരിലും കൂടെ നമ്മൾ വിളിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്നുള്ള രീതിയിൽ ടൈപ്പ് ഓഫ് റിലേഷന്റെ കാര്യത്തിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ മേജർ ആയിട്ടുള്ള 3 ടൈപ്പ് ഓഫ് റിലേഷൻസിലേക്കാണ്
പോകുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സെഷനാണ് റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിസ്റ്റീവ്. എപ്പോഴൊക്കെയാണ് റിഫ്ലക്സീവ് ആവുന്നത്, എപ്പോഴൊക്കെയാണ് ട്രാൻസിസ്റ്റീവ് ആവുന്നത്, എപ്പോഴൊക്കെയാണ് സിമെട്രിക് ആവുന്നത് എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഒരു റിലേഷനകത്ത് എ എന്ന് പറയുന്ന എലമെന്റ്സ് ഉണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോ ഒരു സെറ്റിനകത്ത് 1 എടുത്തു, അതുപോലെ 1ഉം കണക്റ്റഡ് ആണ്, 2ഉം കണക്റ്റഡ് ആണ്. ഇങ്ങനെയുള്ള എലമെന്റ്സ് എ എന്ന് പറയുന്ന എലമെന്റ്സ് ആ സെറ്റിനകത്ത് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള സെറ്റിനെ നമ്മൾ വിളിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിലേഷനെ നമ്മൾ വിളിക്കും റിഫ്ലക്സീവ് റിലേഷൻ. ഇനി A1ഉം A2ഉം ഒരു സെറ്റിനകത്തുള്ള എലമെന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ A2ഉം A1ഉം ആ സെറ്റിനകത്തുള്ള എലമെന്റ് ആണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമെട്രിക്. അപ്പോൾ ഒരു സിമെട്രിക് റിലേഷൻ ആവണമെങ്കിൽ ആ റിലേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ 1, 2 എന്ന് പറയുന്നത് ആ റിലേഷനകത്തുള്ള ഒരു എന്താണ് എലമെന്റ് ആണ്. 2, 1 എന്ന് പറയുന്നതും ആ റിലേഷനകത്തുള്ള എലമെന്റ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമെട്രിക്. ഇനി ട്രാൻസിസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A1ഉം A2ഉം ഒരു റിലേഷനകത്ത് ഉണ്ടായിരിക്കുക, A2ഉം A3യും ഒരു റിലേഷനകത്ത് ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ A1ഉം A3യും അവിടെ ഉണ്ട് എന്നാണെങ്കിൽ നമുക്ക് ആ ടൈപ്പ് റിലേഷനെ ട്രാൻസിസ്റ്റീവ് റിലേഷൻ എന്ന് വിളിക്കാൻ പറ്റും. ഈ ടൈപ്പ് ഓഫ് റിലേഷനകത്ത് റിഫ്ലക്സീവും, സിമെട്രിക്കും, ട്രാൻസിസ്റ്റീവും ആയിട്ടുള്ള സമയത്ത് ഇത് മൂന്നും ആണ് ഒരു റിലേഷൻ എങ്കിൽ അത്തരത്തിലുള്ള റിലേഷനെ നമ്മൾ ഇക്വലൻസ് റിലേഷൻ എന്ന പേരിലാണ് വിളിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന സമയത്ത് നിങ്ങളോട് ചോദിക്കുക എന്ന് പറയുന്നത് തന്നിട്ടുള്ള റിലേഷൻ ഒരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാനായിരിക്കും. സോ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എ ഉണ്ടെങ്കിൽ ആ തരത്തിലുള്ള റിലേഷനെയാണ് റിഫ്ലക്സീവ് എന്ന് പറയുന്നത്. അതായത് റിഫ്ലക്ഷൻ ആണ്, അതായത് ഇവിടെ എ ഉണ്ടെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ എവിടെ ഉണ്ടാവും? അപ്പുറത്തും ഉണ്ടാവും. അപ്പൊ എ അതിനകത്ത് ഉണ്ടെങ്കിൽ അത് റിഫ്ലക്സീവ് ആണ്, പേര് തന്നെ ഉണ്ട്. ഇനി സിമെട്രിക് ആണ്. സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുക, A1 A2 ഉണ്ടെങ്കിൽ ഇതിന്റെ സിമെട്രി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ A2 A1, അതായത് ഇതിനെ നമ്മൾ തിരിച്ചു വെക്കുന്ന സമയത്ത് A2 A1ഉം കൂടെ അവിടെ വേണം. ഇനി ട്രാൻസിസ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1ഉം A2 ഉണ്ടാവുക, A2ഉം A3 ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ A1ഉം A3യും ഇതിനകത്ത് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്ന സെയിം കൺസെപ്റ്റ് ആണ് ഏതിൽ വരുന്നത്? ടൈപ്പ് ഓഫ് റിലേഷനകത്ത് ഇവിടെ വരുന്നത്. നിങ്ങൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ആ ഒരു കൺസെപ്റ്റ്. അതേ കൺസെപ്റ്റ് ആണ് ഇവിടെ വരുന്നത്. A1 A2 ഉണ്ടായിരിക്കുക, A2 A3 ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ A1ഉം A3യും ഉണ്ടായിരിക്കണം. കൃത്യമായിട്ട് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഈ രീതിയിൽ A1 A2 ഉണ്ട്, A2 A1 ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത് സിമെട്രിക് ആണ്. ഇനി സിമെട്രിക്കും, റിഫ്ലക്സീവും, ട്രാൻസിസ്റ്റീവും ആണെങ്കിൽ ഈ ടൈപ്പ് റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വലൻസ് ആണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെഷൻ ആണ്. കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു സെഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിന്റെ നെക്സ്റ്റ് പാർട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? നമ്മളിപ്പോ ടൈപ്സ് ഓഫ് റിലേഷൻ പഠിച്ചതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു സെഷനാണ് ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഫങ്ഷൻസിനെ നമ്മൾ മെയിൻ ആയിട്ട് 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1 ഫംഗ്ഷൻ, പിന്നെ ഒന്നെന്ന് പറയുന്നത് അവിടെ മെനി വൺ ഫംഗ്ഷൻ. ഇനി 1 ഫംഗ്ഷനും മെനി വൺ ഫംഗ്ഷനും അല്ലാതെ വേറൊരു ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ ആണ് ഓൺ ടു എന്ന് പറയുന്നത്. 1 ഉണ്ട്, ഓൺ ടു ഉണ്ട്. 1 ആണോ ഓൺ ടു ആണോ എന്നാണ് നിങ്ങളോട് മെയിൻ ആയിട്ട് ചോദിക്കുക. ഇതിൽ 1 ഫംഗ്ഷനെയും നമുക്ക് ഓൺ ടു അല്ലെങ്കിൽ ഇൻ ടു എന്ന് പറയാം, മെനി വൺ ഫംഗ്ഷനെയും നമുക്ക് ഓൺ ടു അല്ലെങ്കിൽ ഇൻ ടു എന്ന് പറയാം. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഫംഗ്ഷൻസിനകത്ത് 1 പഠിക്കണം, മെനി വൺ പഠിക്കണം, ഓൺ ടു പഠിക്കണം, ഇൻ ടു പഠിക്കണം. ഇനി 1ഉം ഓൺ ടുവും ആവുന്ന സമയത്ത് ഈ ടൈപ്പ് ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് ഇത് മീൻ ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് നമ്മൾ വരാം. ഫസ്റ്റ് വൺ ആണ് 1 ഫംഗ്ഷൻ. 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഡിഫൈൻഡ് ടു ബി 1 അല്ലെങ്കിൽ ഇതിനെ വേറൊരു പേരും കൂടെ വിളിക്കും, ഇൻജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പൊ 1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ് ആവണമെങ്കിൽ ഇഫ് ദ ഇമേജസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ് ഓഫ് എക്സ് അണ്ടർ എഫ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. അതായത് എന്തായിരിക്കണം 1 ആയിരിക്കണമെങ്കിൽ ഈ നമ്മുടെ ഡൊമൈൻ സെറ്റിനകത്തുള്ള ഓരോ എലമെന്റിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് വൈക്കകത്ത് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ 1 റിലേഷൻ എന്ന് വിളിക്കാൻ പറ്റൂ. ഇവിടെ നോക്കിക്കോ,
ഫസ്റ്റ് ടൈപ്പിൽ കൊടുത്തത് ഇവിടെ 1ന് ആരുണ്ട്, എ എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ട്, 2ക്ക് ആരുണ്ട്, ബി എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ട്, 3ക്ക് ഡി ഉണ്ട്, 4ന് സി ഉണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഡൊമൈനകത്തുള്ള ഓരോ എലമെന്റിനും ആരുണ്ട്, ഓരോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജ് ഉണ്ട്. ഇതിനെ നമുക്ക് 1 1 ഫംഗ്ഷൻ എന്ന് വിളിക്കാം. ഇനി നമ്മൾ സെക്കൻഡ് വൺ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഡയഗ്രത്തില് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? 1 എന്ന് പറയുന്ന എലമെന്റിന് ആരാണ് ഇമേജ് വരുന്നത്? ബി ആണ് ഇമേജ് വരുന്നത്. 2 എന്ന് പറയുന്ന എലമെന്റിന് ആരാണ് ഇമേജ് വരുന്നത്? ബി തന്നെയാണ് ഇമേജ് വരുന്നത്. അപ്പോൾ ഒരു എലമെന്റിന് ഒന്നിൽ കൂടുതൽ എലമെന്റ് വരുന്നുണ്ട്. ഈ ടൈപ്പ് ഫംഗ്ഷൻസിനെ നമ്മൾ വിളിക്കും മെനി വൺ ഫംഗ്ഷൻ. അപ്പൊ 1 1 എന്താണ്, മെനി വൺ എന്താണ് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയണം. ഓരോ ഡൊമൈനിലുള്ള ഓരോ എലമെന്റിനും ഓരോ സെപ്പറേറ്റ് എലമെന്റ്, സെപ്പറേറ്റ് ഇമേജ് വരുന്നുണ്ടെങ്കിൽ, ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷനെ നമ്മൾ 1 1 എന്ന് വിളിക്കും. ഇനി ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ് അല്ല, നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഇമേജ് വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷനെ നമ്മൾ മെനി വൺ എന്ന് വിളിക്കും. ഇനി നമ്മൾ നേരെ തിരിച്ചൊരു കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇ എന്ന് പറയുന്നതിനും 4 എന്ന് പറയുന്ന ഒരു പ്രീ ഇമേജ് വന്നു. ഇത്തരത്തിലുള്ള ഫംഗ്ഷൻ എന്ത് ടൈപ്പ് ഫംഗ്ഷൻ ആണെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ് എന്നുള്ളത്. അതായത് തിരിച്ചു വരികയാണെങ്കിൽ എന്തുണ്ടാവില്ല, അത് ഫംഗ്ഷൻ അല്ല, അതൊരു റിലേഷൻ മാത്രമാണ്. സോ അതാണ് കൺസെപ്റ്റ്. 1 1 എന്താണ്, മെനി വൺ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ഓൺ ടു ഫംഗ്ഷൻ, നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് എവറി എലമെന്റ് ഓഫ് വൈ is the image of some element of x under f. അതായത് എവറി എലമെന്റ് ഓഫ് വൈക്ക് എന്ത് ചെയ്യണം, ഒരു എലമെന്റ് എക്സിനകത്ത് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള റിലേഷനെ ഓൺ ടു, അല്ല അത്തരത്തിലുള്ള ഫംഗ്ഷൻസിനെ നമുക്ക് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. സിമ്പിൾ കൺസെപ്റ്റ്. അതായത് റേഞ്ച് എന്ന് പറയുന്നതും എന്താണ്, നമ്മുടെ എന്തും സെയിം ആവുന്ന സമയത്ത്, റേഞ്ചും നമ്മുടെ y എന്ന് പറയുന്ന സെറ്റും സെയിം ആവുന്ന സമയത്ത് അത്തരത്തിലുള്ള റിലേഷനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇതിനകത്ത് ആർക്കൊക്കെ ഇമേജസ് ഉണ്ട്, സോറി ഇതിനകത്ത് ഒരു ചെറിയ ചേഞ്ചസ് വരുത്താനുണ്ട്. അതായത് ഈ ഇയും എഫും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഇ എഫ് അവിടെ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടൂല. ഇ എഫും ഇല്ലാത്ത സമയത്താണ് നമുക്ക് ഇത് എന്തായിട്ട് വരുന്നത്, ഓൺ ടു ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇനി നോക്കുകയാണെങ്കിൽ 1ന് ആരുണ്ട്, എ എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ട്. 2ന് ആരുണ്ട്, ബി എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ട്. 3ക്ക് ആരുണ്ട്, ഡി എന്ന് പറയുന്ന ഒരു ഇമേജ് ഉണ്ട്. 4ന് സി എന്ന് പറയുന്ന ഇമേജ് ഉണ്ട്. നമ്മൾ ഈ ഇമേജിന്റെ സെറ്റ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ റേഞ്ചിന്റെ സെറ്റ് എടുക്കുകയാണെങ്കിലും എന്ത് തന്നെയാണ്, ഈക്വൽ തന്നെയാണ്. റേഞ്ചിലുള്ള എല്ലാ എന്തിനും, അതായത് ഇമേജസിനും എന്തുണ്ട്, ഒരു പ്രീ ഇമേജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ടൈപ്പ് ഫംഗ്ഷനെ നമ്മൾ വിളിക്കും ഓൺ ടു ഫംഗ്ഷൻ അല്ലെങ്കിൽ സർജക്റ്റീവ് ഫംഗ്ഷൻ. ഇനി ഇത് ഇൻ ടു ഫംഗ്ഷൻ ആവുന്നത് എപ്പോഴാണ്, ഇവിടെ വേക്കന്റ് ആയിട്ട് ഒരു എലമെന്റ് ഉണ്ടാവുക. അതായത് എക്കും എഫിനും ഒന്നും എന്തില്ല, അവിടെ ഒരു പ്രീ ഇമേജ് ഇല്ല. അപ്പൊ അത്തരത്തിലുള്ള ഫംഗ്ഷൻസിനെ നമ്മൾ ഇൻ ടു ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പൊ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ 1 1ഉം ഓൺ ടൂവും പറഞ്ഞ പോലെ തന്നെ ഇവിടെ 1 1ഉം മെനി വണ്ണും പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള കൺസെപ്റ്റ് ആണ് ഓൺ ടൂവും ഇൻ ടൂവും. ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് വൈക്ക് ഇക്വലന്റ് ആവുക. അതായത് നമ്മുടെ ഇമേജസിനെല്ലാം ഒരു പ്രീ ഇമേജ് ഉണ്ടാവുക. ഇവിടുത്തെ സെറ്റ് എന്ന് പറയുന്നത്, റേഞ്ച് എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു പ്രീ ഇമേജ് ഉണ്ടാവുക എന്നുള്ള കൺസെപ്റ്റ് ആണ് എന്ത് മീൻ ചെയ്യുന്നത്, ഓൺ ടു ഫംഗ്ഷൻ മീൻ ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാ റേഞ്ചിലുള്ള എല്ലാ എലമെന്റ്സിനും എന്തില്ല, ഒരു പ്രീ ഇമേജ് ഇല്ല. അത്തരത്തിലുള്ള ഫംഗ്ഷൻ ഇൻ ടു ഫംഗ്ഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫംഗ്ഷൻ അറ്റ് എ ടൈം 1 1ഉം ഓൺ ടൂവും ആണെങ്കിൽ 1 1 ആണ്, അത് ഓൺ ടൂവും ആണ്. അറ്റ് എ ടൈം 1 1ഉം ഓൺ ടൂവും ആണെങ്കിൽ അത്തരത്തിലുള്ള ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ 1 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇ എന്ന് പറയുന്ന എലമെന്റും എഫ് എന്ന് പറയുന്ന എലമെന്റും ഉണ്ടായിരിക്കില്ല. അങ്ങനെ ഇല്ലെങ്കിൽ മാത്രമേ ഇത് 1 1 ആൻഡ് ഓൺ ടു ആവും. അപ്പൊ ഈ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണ്, 2 ടു ബി, അതുപോലെ 3 ടു സി, 4 ടു ഡി, എല്ലാത്തിനും ഓരോ ഇമേജ് വെച്ചാണുള്ളത്. ഓരോ ഇമേജ് വെച്ചായതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം, 1 1 ആണ് എന്നുള്ളത് പറയാം. ഇനി നമ്മൾ സെറ്റ് നോക്കുക, സെറ്റ് വൈ സെറ്റ് നോക്കുക.
വൈ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബി സി ഡി ആണ്. ഇനി റേഞ്ച് നോക്കിയാലോ, റേഞ്ചിനകത്തും ബിയും സിയും ഡിയും മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ ഫംഗ്ഷൻ എന്തുമാണ്? ഓൺ ടൂവും ആണ്. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്തിനൊക്കെ എക്സാമ്പിൾ ആണ്? 1 എക്സാമ്പിൾ ആണ്, ഓൺ ടൂവിനും എക്സാമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ടൈപ്പ് ഓഫ് ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ് അല്ലെങ്കിൽ 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ സിമ്പിൾ കൺസെപ്റ്റ് ആണ്. 1 ആൻഡ് ഓൺ ടു ആണെങ്കിൽ ഈ ഫംഗ്ഷനെ നമുക്ക് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. എക്സാമിനേഷന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ ആണ് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ അകത്തുനിന്ന് എന്ത് ചെയ്യുന്നത്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ പറയണം? ഇത് 1 ആണ് എന്ന് പറയണം, ഇത് ഓൺ ടു ആണ് എന്ന് പറയണം. ഇത് രണ്ടും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ് എന്നുള്ളത് പറയാം. ഇതാണ് അവിടുത്തെ ഒരു കൺസെപ്റ്റ് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. എന്താണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് f from a to b and g from b to c are two functions, then the composition of f and g is denoted by g composite f. നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷനെ g0f എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. ഇതിനെ നമ്മൾ വായിക്കേണ്ടത് g കോമ്പോസിറ്റ് f എന്നുള്ളതാണ്. ഇനി നമുക്ക് f കോമ്പോസിറ്റ് g എന്നും കൂടെ വേണമെങ്കിൽ എഴുതാം. റിട്ടേൺ ആയിട്ടുള്ള എന്താണ് കോമ്പോസിഷൻ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇതിനെ നമ്മൾ എഫ് കോമ്പോസിറ്റ് ജി എന്നുള്ള രീതിയിൽ ഈ രീതിയിലാണ് പറയുന്നത്. ഇനി ജി കോമ്പോസിറ്റ് എഫ് എന്താണ് അതിന്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജി കോമ്പോസിറ്റ് എഫ് എന്നത് എ മുതൽ സി വരെ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. and which is given by g composite f is equal to g of f of x. g of f of x നെയാണ് നമ്മൾ g composite f of x എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുക, എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, സി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്. ഇതിൽ എഫ് എന്ന് പറയുന്ന റിലേഷൻ എനെയും ബിനെയും കണക്ട് ചെയ്യുന്നതാണ്. ജി എന്ന് പറയുന്ന റിലേഷൻ ബിനെയും സിനെയും കണക്ട് ചെയ്യുന്നതാണെങ്കിൽ എനെയും സിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എ ടു ബി ഉള്ള കണക്ഷൻ എന്താണ്? ഫംഗ്ഷൻ എഫ് ആണ്. ബി ടു സി ഉള്ള കണക്ഷൻ ഫംഗ്ഷൻ ജി ആണ്. അങ്ങനെയാണെങ്കിൽ എ ടു സി ഉള്ള കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫംഗ്ഷൻ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത്. ഇനി ജി കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എടുക്കാം. അതേപോലെ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു എന്തെടുക്കാം? നമുക്ക് ഒരു കോസ് എക്സ് അല്ലെങ്കിൽ കോസ് വൈയും നമുക്ക് എടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്ന സമയത്ത് ജി കോമ്പോസിറ്റ് എഫ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ ബൈ ഡെഫിനിഷൻ പറയാം? ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റൂലേ? ഇങ്ങനെ ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജി ഓഫ് എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് എക്സ് സ്ക്വയർ എന്നുള്ളത് എഴുതി വെക്കാം. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് എക്സ് സ്ക്വയർ എന്തായിരിക്കും? എന്ത് ചെയ്യാ? കോസ് വൈയിൽ വൈക്ക് പകരം ആര് കൊടുക്കണം? എക്സ് സ്ക്വയർ കൊടുക്കണം. സോ കോസ് ഓഫ് എക്സ് സ്ക്വയർ ആണ് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുക, ഇത് നോക്കിയേ, ഇത് കോസ് എക്സ് സ്ക്വയർ ആണ്, കോസ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. ഇനി നമ്മൾ എഫ് കോമ്പോസിറ്റ് ജി ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും വരിക? എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്നത് എഫ് ഓഫ് ജി ഓഫ് വൈ ആയിരിക്കും. എഫ് ഓഫ് ജി ഓഫ് വൈ ആയിരിക്കും. ജി ഓഫ് വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് കോസ് വൈ ആയിരിക്കും. ഇതിനെ നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത്? എക്സ് സ്ക്വയറിലാണ് കൊടുക്കേണ്ടത്. എക്സ് സ്ക്വയറിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? കോസ് ഓഫ് വൈ സ്ക്വയർ അല്ല കിട്ടുക, കോസ് സ്ക്വയർ വൈ ആണ് കിട്ടുന്നത്. അതായത് കോസ് വൈ ഹോൾ സ്ക്വയർ ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും സെയിം അല്ല. കൺസെപ്റ്റ് എന്താണ്? എഫ് ഓഫ് ജി ഓഫ് വൈ ആണ് എഫ് കോമ്പോസിറ്റ് ജി, അതുപോലെ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലാണ് ഇതിന്റെ പ്രോബ്ലം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ് അധികവും ഈ ഒരു സെഷൻ എന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ച സെഷനിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്നിരുന്നാലും ഒരു 1 മാർക്കിന് നിങ്ങൾക്ക് 2 ഫംഗ്ഷൻ തന്നിട്ട് ഇതിന്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എഴുതാൻ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ രീതിയിൽ എക്സ് സ്ക്വയറും കോസ് വൈയും ഒക്കെ തരികയാണെങ്കിൽ കോമ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നിങ്ങൾക്ക് തെറ്റാൻ യാതൊരു സാധ്യതയും ഇല്ല. സോ ഇതാണ് കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
ദെൻ നമ്മൾ നമ്മുടെ ഫൈനൽ കൺസെപ്റ്റിലേക്ക് വരികയാണ്. ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്താണ്? ഒരു ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എക്സ് മുതൽ വൈ വരെ ഡിഫൈൻഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷനെ നമ്മൾ എവിടെ മുതൽ എവിടം വരെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ജി ഫ്രം വൈ ടു എക്സ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. വേർ ജി കോമ്പോസിറ്റ് എഫ് ഇസ് ഈക്വൽ ടു ഐ എക്സ് ആൻഡ് എഫ് കോമ്പോസിറ്റ് ജി ഇസ് ഈക്വൽ ടു ഐ വൈ. അതായത് എലമെന്ററി എന്താണ് ഫംഗ്ഷൻ ആണ് നമുക്ക് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എടുത്താൽ കിട്ടുക. അപ്പൊ ജി കോമ്പോസിറ്റ് എഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂഷ്വലി എക്സ് ആയിരിക്കും കിട്ടുക. എഫ് കോമ്പോസിറ്റ് ജി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിറ്റി ആയിട്ടുള്ള വൈ ആയിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് പറയാം? ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇനി ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ എഫിന്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണെന്നാണ് പറയുന്നത്. ആൻഡ് അത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് ഇൻവേഴ്സ് എന്നുള്ള ഒരു സിമ്പല് വെച്ചിട്ട് ആണ്. സോ ഇതാണ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷന്റെ ബേസിക് ഡെഫിനിഷൻ. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് എല്ലാം എന്തായിരിക്കും? 1, 1 and 2 ആയിരിക്കും. അപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ട് അത് എന്താണ് ഇൻവേർട്ടിബിൾ ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ഫംഗ്ഷൻ നമ്മൾ 1, 1 and 2 ആണോ എന്ന് പ്രൂവ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ പഠിച്ചത് ഇവിടെയും അപ്ലിക്കബിൾ ആയി. അതായത് എന്ത് ചെയ്യുക? നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് പറയാ, അതുകൊണ്ട് എന്താണെന്ന് പറയാ? ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറയാൻ പറ്റും. സോ ഇൻവേർട്ടിബിൾ ആണെന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അത് ഒന്നുകിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ് അതുകൊണ്ട് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ജി കോമ്പോസിറ്റ് എഫും എഫ് കോമ്പോസിറ്റ് ജിയും കാണുക. അത് രണ്ടും ഐഡന്റിറ്റി ആയിരിക്കും. അതായത് എഫ് കോമ്പോസിറ്റ് ജി ചെയ്ത് കഴിഞ്ഞാൽ എഫ് കിട്ടും, ജി കോമ്പോസിറ്റ് എഫ് ചെയ്ത് കഴിഞ്ഞാൽ ജി കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഇത്രയും കൺസെപ്റ്റ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഈ ചാപ്റ്ററിൽ പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് റിലേഷൻ ആണ് ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. അവിടെ ട്രിവിയൽ റിലേഷൻ എന്നുള്ള ഒരു ടേം പഠിച്ചിട്ടുണ്ടായിരുന്നു. ട്രിവിയൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ എം ടി റിലേഷൻ ആവാം, അല്ലെങ്കിൽ അതൊരു യൂണിവേഴ്സൽ റിലേഷൻ ആവാം. കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോവാണ് ഇക്വലൻസ് റിലേഷൻ. ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു റിലേഷൻ റിഫ്ലക്സീവ് സിമെട്രിക് ട്രാൻസിസ്റ്റീവ് ആണെങ്കിൽ ആ ടൈപ്പ് റിലേഷനെ നമ്മൾ വിളിക്കും ഇക്വലൻസ് റിലേഷൻ. ഈ 3 കൺസെപ്റ്റും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് സെഷനിലേക്ക് പോവാണ്. ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ. ടൈപ്പ് ഓഫ് ഫംഗ്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാ? 1, 1 പഠിച്ചു, ഓൺ 2 പഠിച്ചു. 1, 1 ഫംഗ്ഷന്റെ ഓപ്പോസിറ്റ് ആണ് മെനി വൺ. ഓൺ 2 ഫംഗ്ഷന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻ 2. ഇതില് 1, 1 ഫംഗ്ഷനെ നമ്മൾ ഇൻജക്റ്റീവ് എന്നും ഓൺ 2 ഫംഗ്ഷനെ നമ്മൾ സജക്റ്റീവ് എന്നും വിളിക്കും. ഇത് രണ്ടും ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ 3 നെയിമും 3 ടൈപ്പ് ഓഫ് ഫംഗ്ഷനും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് സെഷൻ ആണ്. ഇനി ഇത് കൂടാതെ നമ്മൾ ഫൈനലായിട്ട് പഠിച്ചിട്ടുള്ള 2 സെഷനാണ് കോമ്പോസിറ്റ് ഓഫ് ഫംഗ്ഷനും അതുപോലെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷനും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് വൈസിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ക്വസ്റ്റ്യൻ വൈസ് ഡിസ്കഷനും കൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള കംപ്ലീറ്റ് ഡാറ്റ നിങ്ങൾക്ക് കിട്ടി. സോ മാക്സിമം മാർക്കായിട്ടുള്ള 5 മാർക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. സോ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, പഠിക്കുക, മാക്സിമം പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. അതാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.